ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പാർട്ടി നടപടി. പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തന്നെ തുടരും. എന്നാൽ ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് പാർട്ടി. വാർത്തയുടെ വിവരങ്ങളുമായി ഡി ബിനോയ് ചേർന്നു. ബിനോയ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സസ്പെൻഷനിൽ ഒതുക്കിയിരിക്കുകയാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തന്നെ തുടരും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ സസ്പെൻഷൻ എന്ന ഒരു നടപടിയിലേക്ക് പാർട്ടി എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ സാങ്കേതികമായ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ട് നമുക്ക് വാർത്തയുടെ വിശദമായി പോകാം. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സസ്പെൻഷൻ MLA എന്ന കാര്യത്തിലും തുടരും. അതായത് നിയമസഭ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലും നിയമസഭയുടെ നടപടിക്രമങ്ങളിലും ഒരു സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു നേതാവിന് MLA ആയി പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സാങ്കേതികമായ വശം. അതായത് പാർട്ടിയിൽ നിന്നും താൽക്കാലികമായി പുറത്താക്കിയിരിക്കുന്ന ഒരാൾക്ക് യാതൊരു കാരണവശാലും പാർട്ടിയുടെ പേരിൽ നിയമസഭാ സമ്മേളനത്തിലോ മറ്റ് നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ പങ്കെടുക്കാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ സാങ്കേതികമായ വശം. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന ഒരു ഭീതിയും കോൺഗ്രസിൻ്റെ മുന്നിലുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള തിരിച്ചടി കോൺഗ്രസിനുണ്ടാകും എന്ന ബോധവും കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടായിരുന്നു. ഇന്നലെ പലവട്ടം AICC നേതാക്കന്മാരും KPCC നേതാക്കന്മാരും ഒക്കെ വലിയ തരത്തിൽ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്, സസ്പെൻഷൻ എന്ന തീരുമാനത്തിലേക്ക്. അത് എത്ര നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഈ സസ്പെൻഷനിൽ തുടരുന്ന സമയത്ത് തന്നെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത് നേതാക്കന്മാരുടെ മുന്നിൽ പറയാൻ കഴിയും. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റെന്താണെന്ന് പറയാൻ കഴിയും. നിലവിൽ ഒരു MLA-ക്ക് ഒരിക്കൽ പോലും കിട്ടാത്ത തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. തൽക്കാലം സസ്പെൻഷനിലേക്ക് പോയിരിക്കുന്നു. ഇത്തരം ഒരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒരുപക്ഷെ ഒരു രാജിയിലേക്കാണ് കാര്യങ്ങൾ പോയിരുന്നതെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭ സാമാജികരായിട്ടുള്ള രാജി നൽകിക്കഴിഞ്ഞാൽ അത് പിന്നീട്, കാരണം ഇനി 9 മാസങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഈ 9 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള കളം ഉണ്ടാകും. അത് വേണ്ട എന്നുള്ളൊരു നിലപാട് കൊണ്ടാണ് തൽക്കാലം സസ്പെൻഷൻ നിർത്തിയിരിക്കുന്നത്. സസ്പെൻഷൻ ആദ്യ നടപടി എന്നാണ് പറയുന്നത്. അതിനുശേഷം അന്വേഷണം ഉണ്ടാകും. ഈ രാഹുലിന് പറയാനുള്ളത് പാർട്ടി കേൾക്കും. അതിനുശേഷം കടുത്ത നടപടിയിലേക്ക് നീങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നും അറിയാൻ കഴിയും. എന്തായാലും പാർട്ടി വളരെ വേഗത്തിൽ സാധാരണ കോൺഗ്രസിൽ നടക്കാത്ത ഒരു നടപടിക്രമം ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കോൺഗ്രസ് പാർട്ടിയിൽ സാധാരണ ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകാറില്ല. വളരെ വേഗത്തിൽ ആരെയും സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നടപടിയെടുക്കുകയോ ചെയ്യുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോൺഗ്രസ് പാർട്ടിയിൽ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാർട്ടി തൽക്കാലം ഉണ്ടാകില്ല, പാർട്ടിയിൽ പുറത്തേക്ക് പോകുന്നു. ഇനി വരുന്ന അടുത്ത മാസം, അതായത് ഒക്ടോബറോടുകൂടി തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ആ നിയമസഭാ സമ്മേളനത്തിൽ പാർട്ടിയുടെ ആളായോ പാർട്ടി ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ പറയാനോ ഇനി നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പോകാൻ കഴിയില്ല. ഈ സസ്പെൻഷൻ കൃത്യമായും പാർലമെൻ്ററി പാർട്ടിയിലും തുടരും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. പാർലമെൻ്ററി പാർട്ടി എന്ന് പറയുമ്പോൾ നിയമസഭാ സാമാജികരും MP ഒക്കെ ഉൾപ്പെടുന്നതാണ് പാർലമെൻ്ററി പാർട്ടി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ സസ്പെൻഷൻ അതിനും ബാധിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ നിയമസഭയിലേക്കും ഇനി പോകാൻ കഴിയില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നടപടികളിലേക്ക് നീങ്ങിയിരുന്നു. ആദ്യഘട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെപ്പിച്ചു. തൊട്ടു പിന്നാലെ ഇതാ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി കോൺഗ്രസ് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്കാരനല്ല, താൽക്കാലികമായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം കോൺഗ്രസിന് പുറത്ത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. അങ്ങനെ ഉചിതമായ ഒരു തീരുമാനം കോൺഗ്രസ് നേതാക്കന്മാർ കൂടി ആലോചിച്ച് വളരെ വേഗത്തിലെടുത്ത ഒരു ഉചിതമായ തീരുമാനം എന്ന് തന്നെ പറയാൻ കഴിയും. ഒരു സ്ത്രീത്വത്തിന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവർ പറഞ്ഞ
പരാതിക്ക് അവരുടെ ശബ്ദരേഖയ്ക്ക് അവർ പുറത്തുവിട്ട ആ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിഹാരം എന്ന നിലയിൽ ആദ്യഘട്ടത്തിലെ പരിഹാരം എന്ന നിലയ്ക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തൽക്കാലം പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ ഒരു സസ്പെൻഷൻ നടപടി വളരെ വേഗത്തിൽ തന്നെ നടത്താൻ കഴിഞ്ഞതിൽ കോൺഗ്രസിന് ഒരു ചെറിയ നേട്ടമായിട്ട് തന്നെ കണക്കാക്കാൻ കഴിയും. സാധാരണ കോൺഗ്രസ് ഈ നടപടിക്രമങ്ങളൊക്കെ വൈകിപ്പോകുന്ന പതിവാണുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്നലെ തന്നെ AICC നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് KPCC കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഏത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാൻ കഴിയും എന്നൊരു നിർദ്ദേശം KPCCക്ക് നൽകിയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തന്നെ KPCC അധ്യക്ഷൻ കേരളത്തിലുള്ള മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ കണ്ടിരുന്നു. അവരുമായൊക്കെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കാണുന്നതിന് വേണ്ടി ഇന്നലെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ തൽക്കാലം കാണണ്ട എന്നൊരു തീരുമാനമെടുത്തിരുന്നു. എന്തായാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളതൊക്കെ തന്നെ നേതാക്കന്മാരുടെ മുമ്പിൽ പറയാൻ കഴിയും. ഒപ്പം രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉടൻ തന്നെ ചേരുന്നുണ്ട്. ആ യോഗത്തിലും വെച്ച് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കും. എന്തായാലും നിലവിൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പകരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു സസ്പെൻഷൻ നടപടി വന്നു കഴിഞ്ഞാൽ പാർട്ടിക്കാരനല്ലാതെ വന്നാൽ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാൾക്ക് പിന്നീട് പാർലമെന്ററി പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. താൽക്കാലികമായി ആ പദവിയിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ സസ്പെൻഷൻ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തന കാര്യങ്ങളിലും ഒന്നും തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഒരു വലിയ നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വരും ദിവസങ്ങളിലൊക്കെ തന്നെ ആ നിലപാട് ശക്തമായി തുടരുകയും ചെയ്യും. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്നും തൽക്കാലം പുറത്തേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ദീപ്തി. ബിനോയ്, അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ രാഹുലിനെതിരെ ഇത്തരം ആരോപണം ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലൈംഗിക ആരോപണങ്ങൾ അടക്കമാണ് വന്നിരിക്കുന്നത്. ഈ വനിതാ നേതാക്കളുടെ അടക്കം എല്ലാം എതിർപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുലിന്റെ ഭാഗം കേൾക്കാൻ അടക്കം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പാർട്ടി തന്നെ ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അന്വേഷിച്ച് കൂടുതൽ നടപടി അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു അന്വേഷണ സമിതിയെ നിയമിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ സാധ്യതയുണ്ടോ? അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉറപ്പായിട്ടും ഒരു അന്വേഷണ സമിതി ഉണ്ടാവും. കാരണം ഇതിനകത്ത് പരാതിയായി വന്നിട്ടുള്ളത് സിനിമ രംഗത്ത് പ്രവർത്തിച്ച ആ യുവതിയുടെ പരാതിയാണ് കിട്ടിയിട്ടുള്ളത്. അതല്ലാതെ രണ്ടാമത് ഒരു യുവതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുണ്ടെന്നും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്ത യുവതി ഇതുവരെയും പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലങ്ങളിലോ പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് ആ പരാതി ലഭിക്കാത്തിടത്തോളം കാലം അവരുടെ കാര്യങ്ങളിൽ നിന്നും ഒരു വ്യക്തത വരുത്താൻ കഴിയില്ല. എന്തായാലും ഈ സിനിമ രംഗത്തുണ്ടായിരുന്ന യുവ നടി പറഞ്ഞ കാര്യത്തിൽ എന്തായാലും പാർട്ടി തലത്തിൽ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണവും ഈ ശബ്ദരേഖ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരും എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം ശക്തമായ മറ്റ് നടപടികളിലേക്ക് പാർട്ടി നീങ്ങും എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കും. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുമായും ഒപ്പം പാർട്ടിയുടെ മറ്റ് വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന യുവ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും അവർ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് സസ്പെൻഷൻ നടപടി ഉണ്ടാകും. അത് എപ്പോൾ എന്ന് പറയാൻ കഴിയില്ല. തൽക്കാലം സസ്പെൻഷനിൽ നിർത്തിക്കൊണ്ട് അപ്പോഴേക്കും നിയമസഭയുടെ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല. എന്നാൽ നിയമസഭയെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും സംസാരിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു സസ്പെൻഷൻ നിർത്തിക്കൊണ്ട് പിന്നീട് ഒരു ശക്തമായ നടപടിയിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല കോൺഗ്രസിനകത്ത് ഇവിടെ രണ്ടാമത് ഒന്ന് ചിന്തിക്കാനുള്ള സമയം പോലുമില്ല. കാരണം ഇവിടെ വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ, പ്രത്യേകിച്ചും UDFിലുള്ള വനിതാ MLAമാരെല്ലാം തന്നെ വലിയ തരത്തിലുള്ള വിയോജിപ്പ് ഇതിനകത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന ശക്തമായ ഭാഷ തന്നെയാണ് അവർ ഉപയോഗിച്ച് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിരുന്നു. ആ ഒരു വനിതാ നേതാക്കന്മാരുടെ പരാതി അതിനുപരിയായി MLAമാരും MPമാരും ഒറ്റക്കെട്ടായി നിന്നതും പാർട്ടിക്കകത്ത് ഒരു ശബ്ദം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചെത്തിയത്. അത് ഷാഫി പറമ്പിലായിരുന്നു. കാരണം ഇവർ തങ്ങളുള്ള അടുത്ത സൗഹൃദം അതിനകത്തും പറയുന്നത് ഇങ്ങനെ ആരും പരാതി പറയാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെ ഇയാൾ കുറ്റക്കാരനാകും എന്ന് നമുക്ക് പറയാൻ കഴിയുന്നൊക്കെയാണ് ഷാഫി പറമ്പിൽ ആദ്യഘട്ടത്തിൽ ചോദിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അത്തരത്തിൽ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നൊരു നടപടി എടുക്കാറില്ല. തൽക്കാലം സസ്പെൻഷൻ ഇത്ര നാളത്തേക്കെന്ന് പറയുകയാണ്. എന്നാൽ ഇതൊരു പുറത്താക്കലിന് തുല്യമായ ഒരു സസ്പെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ വളരെ വേഗത്തിൽ ഒരു പരാതി പോലും ലഭിക്കാതെ ചില ആരോപണങ്ങളുടെ പേരിൽ
പേരിൽ പുറത്തു വന്ന ഒരു ശബ്ദരേഖയുടെ പേരിൽ ഒരു യുവ നേതാവ് പാർട്ടിയിൽ നിന്നും തൽക്കാലം പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ പാർട്ടിക്ക് ചെറുതല്ലെങ്കിലും വലുതായ ഒരു നേട്ടം തന്നെ അവർക്ക് ഉണ്ടാകും. അത് അവരുടെ അഭിമാന പ്രശ്നം തന്നെയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് അല്പമൊന്ന് തല ഉയർത്തി നിൽക്കാൻ കഴിയും. പിന്നീട് മറ്റ് ചർച്ചകളിലേക്ക് പോകും. ഒപ്പം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് നേതാക്കന്മാർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി എടുത്ത ഈ നിലപാട് വലിയ തരത്തിൽ അല്ലെങ്കിൽ ശക്തമായ തരത്തിൽ അത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഉറപ്പാണ്. ഇനി എന്തായാലും ഇത്രയൊക്കെ നടപടി ഉണ്ടായാൽ തന്നെയും ഇനി MLA സ്ഥാനത്തിന് രാജി എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായും ഈ പ്രതിപക്ഷം BJPയും CPM ഒക്കെ സമരരംഗത്ത് തുടരും. അത് അവർക്ക് തുടർന്നേ മതിയാകുള്ളൂ. അല്ലാത്ത പക്ഷം തുടങ്ങിവെച്ച സമരം വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ കടുത്ത തീരുമാനങ്ങളിലേക്ക് കോൺഗ്രസ് പോകുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6-7 വർഷം മാത്രമേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ ഒരു സജീവ പ്രവർത്തകനായി കേരളത്തിൽ എത്തിയതിന് ശേഷം. അതിനു മുമ്പ് NSUവിലൊക്കെ പ്രവർത്തിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ എത്തിയതിന് ശേഷം ചാനലുകളിലൂടെ പാർട്ടിക്ക് ഒരു സംരക്ഷണ കവചമൊരുക്കി വലിയ തരത്തിൽ ചർച്ചകളിൽ പങ്കെടുത്തതിനപ്പുറത്തേക്ക് മറ്റൊരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയാനാവില്ല. ഒപ്പം അതിനെല്ലാം ഉപരിയായി അനുയായികൾ എന്ന് പറയാൻ വലിയ ആൾക്കൂട്ടം ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഇല്ല എന്നും പാർട്ടിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല പാർട്ടിക്കകത്തുള്ള പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒപ്പം ഈ പരാതികൾ ഉയർന്നു വന്നിരുന്നു. ആ പരാതികളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു നിമിഷം പോലും ഇനി നോക്കി നിൽക്കേണ്ട, ചിന്തിക്കേണ്ട, സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികളിലേക്ക് നീങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഇനി വരും മണിക്കൂറുകളിൽ പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരൊക്കെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. KPCC അധ്യക്ഷൻ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. നിലവിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഇല്ല. ഒപ്പം UDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല അവർ എന്താണോ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അത്തരത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രാഹുൽ മാങ്കൂട്ടത്തിൽ താൽക്കാലികമായാണെങ്കിലും അല്ലെങ്കിൽ